ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഒരു പരിപ്പ് വട വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. നല്ല അടിപൊളി ഈവനിങ് സ്നാക്കാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാൻ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. വടപ്പരിപ്പ്, അതായത് സാമ്പാർ പരിപ്പല്ല കേട്ടോ, വടപ്പരിപ്പ്. ഇത് ഞാൻ കുറച്ച് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് നല്ലോണം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതിനെ വെള്ളമൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് നമുക്ക് എടുക്കുക കേട്ടോ, അരിപ്പയിൽ വെച്ചിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഈ പരിപ്പ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് ഫുള്ളായിട്ട് അരഞ്ഞു പോകും, അല്ലെങ്കിൽ പരിപ്പിൽ ഒരു കുറച്ച് നമുക്ക് കടിക്കുന്ന തരത്തിൽ വേണമല്ലോ. അതിനുവേണ്ടി ഞാൻ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മാത്രമേ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഫുള്ളും ഫൈനായിട്ട് അരക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പൾസ് മോഡലിട്ട് അങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മറ്റേതും കുറച്ചും കൂടിയുള്ള അതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പരിപ്പ് വട. ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ അതും കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതിവിടെ എല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ച ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പില്ലേ മാറ്റി വെച്ച്, അതും കൂടി ഇത് മിക്സാക്കി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു മീഡിയം സൈസ് സവാള, കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്, 2 വറ്റൽമുളക് കേട്ടോ. ഇതൊക്കെ ചെറുതാക്കി കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇടുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ്, ഇതിന് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പൊന്നും കൂടി പോകരുത് കേട്ടോ ഇടുമ്പോൾ. ഇനി കുറച്ച് ചിക്കൻ മസാല, അതൊരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇടുന്നുണ്ട്. കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. എരിവും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക കേട്ടോ. ഞാനൊരു 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, 2 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇതിന് അത്ര എരിവില്ല പച്ചമുളകിന്, അതാണ് ഞാൻ മുളക് പൊടി കൂടി ചേർത്തത്. കാശ്മീരി ചില്ലി ഇട്ട് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും. ഞാനിതിപ്പോൾ നോർമൽ മുളക് പൊടിയാണ് ഇട്ടത്. ഇനി കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തിട്ടെടുത്ത് മിക്സ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ പരിപ്പ് വടയുടെ സ്വാദ് ഉണ്ടാകുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇത് കൈവെള്ളയിൽ വെച്ചിട്ട് പരിപ്പ് വടയുടെ ഷേപ്പിലാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ, ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇങ്ങനെ തന്നെ അങ്ങനെ ഒരു പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്താൽ മതി. കട്ട്ലേറ്റ് പോലെയല്ല ഉണ്ടാകുക കേട്ടോ. പ്രസ് ചെയ്തിട്ട് എടുക്കുക ഇതുപോലെ. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതെല്ലാം ഒന്ന് ഇങ്ങനെ ആക്കി വെക്കട്ടെ. കൈവെള്ളയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇതുപോലെ ആക്കി വെക്കുക കേട്ടോ. ഈ സവാളക്ക് പകരം വേണമെങ്കിൽ ചെറിയുള്ളി വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ സവാള എടുത്തേ ഉള്ളൂ. മറ്റേ കുറച്ചും കൂടിയുള്ള അതും കൂടി നമ്മളെല്ലാം ഇതുപോലെ തന്നെ ആക്കി വെക്കുക, ഷേപ്പ് ചെയ്ത് വെക്കുക. ഇത് പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പരിപ്പ് വെള്ളത്തിലെടുത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാം. ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇതിൽ കായപ്പൊടി വേണമെങ്കിൽ ഈ ടൈമിൽ നമുക്ക് മിക്സ് ചെയ്യുന്ന ടൈമിൽ കായപ്പൊടി വേണമെങ്കിൽ കായപ്പൊടി ഇടാം. ഞാനിപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ. അതിൽ ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം. ഇനി അതുപോലെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പാത്രത്തിൽ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്ത്. ഓയിൽ വേണമെങ്കിൽ ഓയിൽ പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപ്പ് വട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3-4 എണ്ണം ഒരുമിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം പരിപ്പ് വട ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഉള്ളു വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയാൽ മതി കേട്ടോ. ഇനി ഒന്ന് മരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് നമുക്ക് തിരിച്ചിടാം. അങ്ങനെയെല്ലാം നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. കട്ടൻ ചായൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഫ്ലെയിം എപ്പോൾ ശ്രദ്ധിക്കണം. ഫ്ലെയിം വെക്കുമ്പോൾ എപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ ഒരു ബാച്ച് ഞാൻ ഒരു 3 എണ്ണം ഇട്ടത് അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വറ്റൽമുളക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക കേട്ടോ. വറ്റൽമുളക് ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. വറ്റൽമുളക് ഞാനിപ്പോൾ ഇവിടെ ഇട്ടുന്നേ ഉള്ളൂ. 4 പച്ചമുളകും ഇട്ടിട്ട് 2 വറ്റൽമുളകുമാണ് ഞാനിട്ടത്. അങ്ങനെ ഇവിടെ എല്ലാ പരിപ്പ് വടയും ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പരിപ്പ് വടയാണ്.
അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ്.